ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും ആവിയിൽ വേവിച്ചെടുക്കുന്ന 4 മണി പലഹാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എത്ര വേണേലും കൊടുക്കാം, എന്നും ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള, അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഇതേ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതേ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പഴത്തിൻ്റെ നിറമെല്ലാം ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, 1 കപ്പ് തേങ്ങയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്നവരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ചീകി വെച്ചിട്ടുള്ള ശർക്കരയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്ത അതേ കപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ശർക്കരയും എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ശർക്കര കല്ലുള്ള ശർക്കരയാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, അത് ഉരുക്കിയ ശേഷം ശർക്കര പാനിയായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ കല്ലിലത്തെ ശർക്കര ആയതുകൊണ്ടാണ് ചീകിയ ശർക്കര എടുത്തത്. അപ്പോൾ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഒരു ഭാഗത്തേക്ക് ചൂടാറാനായിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത്, ഉപ്പ് കലക്കി വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഗോതമ്പ് പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് എങ്ങനെയാണോ കുഴയ്ക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ മാവും തയ്യാറാക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മാവ് സോഫ്റ്റ് ആവുന്നവരെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എങ്കിലേ നല്ലതുപോലെ കുഴച്ചെടുത്താലേ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും കിട്ടുകയുള്ളൂ. അപ്പം നമ്മളിതേ നമ്മുടെ ഗോതമ്പ് മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഴയിലയിൽ പരത്തിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പരത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിത് 2 ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതായിട്ടാണ് ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അതിനനുസരിച്ചുള്ള ഉരുളകൾ ഉണ്ടാക്കി വെച്ചോളൂ. ഞാനപ്പോൾ ഇത് വാഴയിലയിലേക്ക് പരത്തുകയാണ്. പരത്തുന്നതിന് മുമ്പ് തന്നെ ഇലയിൽ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യ് തേച്ച് കൊടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് വാഴയിലയിൽ നിന്ന് ഇത് ഗോതമ്പ് മാവ് പരത്തിയത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കനം കുറച്ച് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എണ്ണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉരുളകൾ ചെറുതായിട്ട് ഉരുട്ടി വെച്ചോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേപോലൊരു വാഴയില ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു പാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാനത് വാഴയില വേറെ ഉരുളയെടുത്ത് നമ്മൾ 2 ഉരുള ഉണ്ടാക്കി വെച്ചു. അതൊന്ന് വാഴയിലയിൽ പരത്തി വെച്ച് നമ്മൾ മാറ്റി വെച്ചു. ഇനി വേറൊരു ഉരുളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ വീണ്ടും ആ ഉരുളയും കൂടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം മിക്സ് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞു ഒരെണ്ണമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിതേ പഴം മിക്സ് എല്ലാ ഭാഗത്തേക്കും നിരത്തി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഇല്ലേ. ഇതിന് വേവിച്ചും കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ മണവും ആ ടേസ്റ്റും ഒന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളേറെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം മിക്സ് എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ.
ഒരിക്കൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വാഴയിലയിൽ പരത്തി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവ് അതും കൂടെ ഇത് പരത്തി വെച്ചിട്ടുള്ളത് കൂടെ ഇതിന് മീതേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ വാഴയിലയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡ്. അപ്പോൾ നമുക്കതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ വേവിച്ചിട്ട് വാഴയിലയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ടും കൂടെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് താഴെ വെച്ചിട്ടുള്ള ഗോതമ്പ് നമ്മൾ മാവ് പരത്തിയതും ഇതും കൂടെ മുകളിലുള്ളതും കൂടെ നല്ലപോലെ ഒന്ന് സൈഡൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രം ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു വാഴയില കൊണ്ട് മൂടാം കേട്ടോ. ഞാൻ ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയും കൂടെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആവി വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു മണവും കൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിതെല്ലാം കട്ട് ചെയ്തതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിന് മീതേക്ക് ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള വെളുത്ത എള്ള് കൂടെ ഞാനൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഒരിക്കലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. കാരണം നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ എണ്ണയിലല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും സ്നേഹത്തോടെ ബൈ.